നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ബേബി ബോസിന് സെഞ്ചുറി നഷ്ടമായിരിക്കുന്നു. പക്ഷേ പയ്യൻ മറ്റൊരു റെക്കോർഡിട്ടു. എന്താണെന്നറിയോ? ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 അർദ്ധ സെഞ്ചുറികൾ 16 വയസ്സിന് മുമ്പ് തികക്കുന്ന ആദ്യ താരം വൈഭവ് സൂര്യവംശി ഈസ് നൗ ദി ഫസ്റ്റ് പ്ലെയർ ടു രജിസ്റ്റർ മൾട്ടിപ്പിൾ 50+ സ്കോർസ് ഇൻ മെൻസ് ഇൻ്റർനാഷണൽ ബിഫോർ ടേണിംഗ് 16. യെസ്, ബേബി ബോസിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. 81 റൺസാണ് അവൻ അടിച്ചു കൂട്ടിയത്. സെഞ്ചുറി നഷ്ടമായി 19 റൺസിന്. പക്ഷെ നോക്കുക, ഇതൊരു കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു. പിച്ചിൻ്റെ സ്ലോനെസ് മനസ്സിലാക്കി കളിച്ച കളി. എല്ലാ ബോളും വെറുതെ സ്ലോ ചെയ്യുകയായിരുന്നില്ല. പിച്ചിൻ്റെ സ്ലോനെസ് മനസ്സിലാക്കി ബാക്ക് ഫുട്ടിൽ നിന്ന് അവൻ്റെ ഷോട്ടുകൾ കളിക്കാൻ അവൻ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് പിറന്നൊരു മാസ്മരിക ഇന്നിങ്സാണത്. ആ ഇന്നിങ്സിൻ്റെ ബലത്തിലാണ് നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് ടീം ഇന്ത്യ 192 റൺസിലേക്ക് എത്തിയത്. സിംബാബ്വെ 20 ഓവറിൽ 7 വിക്കറ്റ് 157 റൺസാണ് അടിച്ചത്. 35 റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയതോടുകൂടി 3 മത്സരങ്ങളുടെ പരമ്പര 3-0 തൂത്തുവാരി ടീം ഇന്ത്യ സിംബാബ്വെയിൽ നിന്നും മടങ്ങുകയാണ്. കളിയിൽ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്തു. അഭിഷേക് വെറും 2 റൺസ് മാത്രമാണ് അടിച്ചത്. ഇഷാൻ കിഷൻ 26 പന്തിൽ 29 റൺസ്. വൈഭവ് ഒരു ഭാഗത്ത് തിമിർത്താടുകയായിരുന്നു. വൈഭവ് മടങ്ങുമ്പോൾ 15ാമത്തെ ഓവറാണ്. 15 ഓവറിൽ ഇന്ത്യ 145 റൺസിലേക്കാണ് എത്തിയിരുന്നത്. അങ്ങനെ വൈഭവ് 49 പന്തിൽ നിന്ന് 8 ഫോറും 4 സിക്സറും അടക്കമാണ് 81 റൺസ് അടിച്ചത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 18 പന്തിൽ നിന്ന് 27 റൺസ് അടിച്ചപ്പോൾ തിലക് വർമ്മ 9 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് പുറത്താകുന്ന. റിങ്കു 14 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 25 റൺസാണ് അടിച്ചത്. പിച്ചിൻ്റെ സ്ലോനെസ് ശരിക്കും ബാറ്റർമാരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ സിംബാബ്വെക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. ബെന്നറ്റ് മടങ്ങുന്നു. ബെന്നറ്റ് ഗോൾഡൻ ഡെക്കാണ് മായങ്ക് യാദവിൻ്റെ പന്തിൽ വൈഭവ് സൂര്യവംശി പിടിച്ചാൽ പുറത്തായത്. ബെൻകരൻ 19 പന്തിൽ നിന്ന് 20 റൺസ്. മയേഴ്സ് 15 പന്തിൽ നിന്ന് 19 റൺസ്. നായകൻ റസ ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി. യാഷ് തക്കൂറാണ് വിക്കറ്റ് എടുത്തത്. ബേൾ 43 പന്തിൽ നിന്ന് 54 റൺസുമായിട്ട് ഒരു ഭാഗത്ത് പിടിച്ചു നിന്നതാണ് അവർക്ക് മോശമല്ലാത്തൊരു സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത്. 25 പന്തിൽ നിന്ന് 28 റൺസാണ് മധ്വേര അടിച്ചത്. മറുമാണി 3 പന്തിൽ നിന്ന് 1 റൺസ് മാത്രം അടിച്ചു. ഇവാൻസ് 13 പന്തിൽ നിന്ന് 14 റൺസുമായിട്ട് മടങ്ങി. ഏതായാലും അവരുടെ ഇന്നിങ്സ് 20 ഓവറിൽ 7 വിക്കറ്റ് 157 റൺസിൽ ഒതുങ്ങി. ഇന്ത്യക്ക് വേണ്ടി മായങ്ക് യാദവ് 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റിൻ്റെ മികച്ച ഒരു ബൗളിംഗ് പെർഫോമൻസ് നടത്തിയപ്പോൾ യാഷ് താക്കൂറിനും അതുപോലെ തന്നെ അശോക് ശർമ്മക്കും വിക്കറ്റുകൾ ലഭിച്ചു. യാഷ് താക്കൂർ ഇരട്ട വിക്കറ്റ് എടുത്തപ്പോൾ അശോക് ശർമ്മയും രവി ബിഷ്ണോയും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഏതായാലും ടീം ഇന്ത്യ ഗംഭീരമായിട്ടുള്ള പരമ്പര തൂത്തുവാരിയിട്ടുണ്ട്. എപ്പോൾ പറയും ഇത് സിംബാബ്വെ അല്ലേ, ചെറിയ ടീമല്ലേ എന്നൊക്കെ. പക്ഷേ ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായതിനു ശേഷം യൂറോപ്യൻ ടൂർ നടത്തിയിട്ട് അയർലൻഡിനോടും അതുപോലെ ഇംഗ്ലണ്ടിനോടും T20 പരമ്പര തോറ്റാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് വിജയവഴിയിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു വിജയ തുടക്കമായിട്ട് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.